ഹായ് എവ്രി വൺ, എക്സൈലം PSCയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഫിസിക്കൽ സയൻസ് ചെയ്യുന്ന, അതായത് ഫിസിക്സ് കെമിസ്ട്രി കമ്പൈൻ ചെയ്തുകൊണ്ട് 10th 12th ഡിഗ്രി ലെവലിന് വളരെ കോമൺ ആയിട്ട് വരുന്ന ഭാഗങ്ങളിൽ നിന്നും ഒരു കൂട്ടം ചോദ്യങ്ങൾ കേരള PSC മുൻകാലങ്ങളിൽ ചോദിച്ചതുൾപ്പെടെയുള്ള കുറച്ച് ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്താലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ചന്ദ്രനിൽ നിന്ന് സംസാരിക്കുമ്പോൾ ശബ്ദം കേൾക്കാത്തത് എന്തുകൊണ്ട്? ഇതൊരു LD ചോദ്യമായിരുന്നേ. സെയിം ഓപ്ഷൻസ് ആണ്. വായു ഇല്ലാത്തതിനാൽ, പ്രകാശം കുറവായതിനാൽ, ഉപരിതലം നിരപ്പായതിനാൽ, ഗുരുത്വാകർഷണം കുറവായതിനാൽ. എന്തായിരിക്കാം ഉത്തരം? അവിടെ പ്രകാശം കുറവാകുന്നതോ ഉപരിതലം നിരപ്പാകുന്നതോ ഗുരുത്വാകർഷണം ഇല്ലാത്തതോ കുറയുന്നതോ ഒന്നും അതിനെ ബാധിക്കുന്നില്ല. ശബ്ദമാണ് ചോദിക്കുന്നത്. ശബ്ദം ഒരു തരംഗമാണല്ലേ. ചന്ദ്രനിൽ നിന്ന് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് ശബ്ദം കേൾക്കുന്നില്ല എന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, അതിന്റെ ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. A ആണ് ഉത്തരം. വായു ഇല്ലാത്തത് കൊണ്ട്. അപ്പോ ശബ്ദവും പ്രകാശവും ഈസി ആയിട്ട് നമുക്ക് പഠിച്ച് മനസ്സിലാക്കാൻ പറ്റണം. ശ്രദ്ധിക്കുക, നമുക്കൊരു ടേബിളായിട്ട് തന്നെ പഠിക്കാം. ഇവിടെ ഞാൻ എഴുതാൻ പോവാണ് ശബ്ദം, അതുപോലെ അടുത്ത സൈഡിലേക്ക് ഞാൻ എഴുതാൻ പോവാണ് പ്രകാശം. ശബ്ദം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സൗണ്ട് അല്ലേ. പ്രകാശം എന്ന് പറഞ്ഞാലും നിങ്ങൾക്കറിയാം, ലൈറ്റ് ആണ്. രണ്ടും തരംഗങ്ങൾ തന്നെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നാൽ ശബ്ദം ഒരു ഊർജ രൂപമാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? കേൾവി സാധ്യമാക്കുന്ന ഊർജ രൂപമാണെങ്കിൽ പ്രകാശം കാഴ്ച സാധ്യമാക്കുന്ന ഊർജ രൂപമാണ്. അതേ ഉള്ളൂ വ്യത്യാസം. ഒരാൾ കേൾവിയാണെങ്കിൽ മറ്റേയാള് കാഴ്ച. ഇനി ശബ്ദം എന്ന് പറയുന്നത്, ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം അതല്ലെങ്കിൽ മീഡിയം മസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമായതുകൊണ്ട് ശബ്ദം ഒരു യാന്ത്രിക തരംഗം അല്ലെങ്കിൽ മെക്കാനിക്കൽ വേവ് ആണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. എന്നാൽ പ്രകാശം, അതിന് മാധ്യമം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ശൂന്യതയിലൂടെയും സഞ്ചരിക്കും. അപ്പോ പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം വേണമെന്ന് നിർബന്ധമില്ല. പ്രകാശം എന്ത് തരം തരംഗമാണെന്ന് ചോദിച്ചാൽ അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അഥവാ വൈദ്യുത കാന്തിക തരംഗമാണെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ. ഇനി ഈ യാന്ത്രിക തരംഗങ്ങളിൽ ശബ്ദം ഏത് വിഭാഗത്തിൽ വരുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം, വായുവിലൂടെ ഉണ്ടാകുന്ന ശബ്ദ വ്യത്യാസങ്ങൾ, ശബ്ദമർദ്ദ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ ഉച്ചമർദ്ദ മേഖലകളും ന്യൂനമർദ്ദ മേഖലകളും ഉണ്ടാകുന്നുണ്ട് അല്ലെ. അതില് തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായിട്ട് കണികകൾ കമ്പനം ചെയ്യുന്നത് കൊണ്ട് ശബ്ദം എന്ന് പറയുന്നത് ഒരു അനുദൈർഘ്യ തരംഗം അഥവാ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. അതേ സ്ഥാനത്ത് പ്രകാശം എന്ത് തരം തരംഗമാണെന്ന് നിങ്ങളോട് ചോദിക്കുമ്പോൾ വൈദ്യുത മണ്ഡലവും കാന്തിക മണ്ഡലവും തമ്മിലുള്ള കോണളവ് 90 ഡിഗ്രി ആയതുകൊണ്ട്, അവര് പരസ്പരം ലംബമായതുകൊണ്ട് പ്രകാശം എന്ന് പറയുന്നത് ഒരു അനുപ്രസ്ഥ തരംഗമാണെന്നും പഠിച്ചു വെച്ചേക്കണം. ഇത് തമ്മിൽ മാറിപ്പോവരുത്. ഇനി ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം കൂടിയേ പറ്റുള്ളൂ എന്ന് തെളിയിച്ച വ്യക്തി നിങ്ങൾക്ക് അറിയാമായിരിക്കും. അറിഞ്ഞുകൂടാത്തവര് പഠിച്ചു വെക്കുക, അത് റോബർട്ട് ബോയിൽ ആണ്. എന്നാൽ പ്രകാശത്തിന് സഞ്ചരിക്കണമെങ്കിൽ മാധ്യമം ആവശ്യമില്ല, മാധ്യമം നിർബന്ധമില്ല എന്ന് തെളിയിച്ച വ്യക്തി ലിയോൺ ഫുക്കോൾട്ട് ആണ്. പഠിച്ചിട്ടില്ലേ? അതാ. ഇനി വായുവിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗത 340 മീറ്റർ പെർ സെക്കൻഡ് ഏകദേശ വാല്യൂ ആണ് കേട്ടോ. എന്നാൽ ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത എത്രയാണെന്ന് ചോദിച്ചാൽ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. കണ്ടോ? ഈ ശബ്ദ തീവ്രതയുടെ യൂണിറ്റ്, ശബ്ദത്തിന് യൂണിറ്റ് എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയരുത് കേട്ടോ, യൂണിറ്റ് ഇല്ല, അതൊരു പ്രതിഭാസമാണ്. എന്നാൽ ശബ്ദത്തിന്റെ തീവ്രത, ശബ്ദ വേഗത, ശബ്ദത്തിന്റെ ആവൃത്തി, ഇങ്ങനെയുള്ള ഭൗതിക രാശികൾക്ക് യൂണിറ്റ് പറയാം. ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ഡെസിബൽ ആണെന്ന് പഠിക്കുക. അതുപോലെ പ്രകാശ തീവ്രതയ്ക്ക് യൂണിറ്റ് എന്താ എന്ന് ചോദിച്ചാലോ അത് കാൻഡലയാണെന്നും പഠിച്ചേക്കുക. അപ്പോ ഇത്രയും കാര്യങ്ങൾ ഇതേ കാണുന്നില്ലേ? ക്ലിയർ അല്ലേ? ഇത് രണ്ടിനും പറയാൻ പറ്റുന്ന വളരെ കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്. മാറിപ്പോവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തേക്കണം, പഠിച്ചു വെച്ചേക്കണം. ഈ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണ്, ഓക്കെ ആണെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. ചോദ്യം ഇങ്ങനെയാണ്: തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ളത് ഏതാണെന്ന് കണ്ടെത്തുക. ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്നത് പ്ലവന പ്രക്രിയയിലൂടെയാണ്. ഓക്സൈഡ് അയിരുകൾ ജലപ്രവാഹത്തിൽ നന്നാക്കപ്പെടുന്നു. സോഡിയം നിരോക്സീകരണത്തിന് വൈദ്യുതി ഉപയോഗിക്കുന്നു. മാഗ്നറ്റൈറ്റിന്റെ ശുദ്ധീകരണം കാന്തിക വിഭജനത്തിലൂടെ സാധ്യമാണ്. നമുക്ക് നോക്കാം അല്ലെ. ആദ്യം അയിരുകളുടെ സാന്ദ്രണം
അതുപോലെ സാന്ദ്രണം ചെയ്ത അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിച്ചെടുക്കുന്നു. ഞാനിവിടെ എഴുതാം. ആദ്യം ഓർസ് അതല്ലെങ്കിൽ അയിരിനെ നമ്മൾ എന്ത് ചെയ്യും? ക്ലീൻ ചെയ്തെടുക്കും. അതാണ് അയിരുകളുടെ സാന്ദ്രണം. പിന്നെ സാന്ദ്രണം ചെയ്ത അയിരിൽ നിന്നും നമ്മൾ എന്തുണ്ടാക്കിയെടുക്കുന്നു? മെറ്റൽ അല്ലെങ്കിൽ ലോഹം വേർതിരിക്കുന്നു. അതാണ് രണ്ടാം ഘട്ടത്തിൽ നടക്കുന്നത്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ലോഹത്തിനെ ശുദ്ധീകരിച്ചെടുക്കുക, ശുദ്ധീകരിക്കൽ, അതാണ് മൂന്നാമത്തെ ഘട്ടത്തിൽ നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രക്രിയ പറയുന്നത് ബോക്സൈറ്റിനെ ക്ലീൻ ചെയ്യുന്നത് സാന്ദ്രണം എന്ന പ്രക്രിയ ബോക്സൈറ്റിനെ സാന്ദ്രണം ചെയ്യുന്നത് പ്ലവന പ്രക്രിയയിലൂടെയാണെന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ. ആണോ? ബോക്സൈറ്റിന്റെ സാന്ദ്രണ രീതി പ്ലവന പ്രക്രിയ അല്ല എന്ന് പഠിച്ചു വെക്കുക. അലുമിനിയത്തിന്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ധാതു ബോക്സൈറ്റിനെ നമ്മൾ സാന്ദ്രണം ചെയ്യുന്നത് ലീച്ചിങ്ങിലൂടെയാണ്. ലീച്ചിങ് കണ്ടോ? ഇനി അടുത്തത് ഓക്സൈഡ് അയിരുകളെ ജലപ്രവാഹത്തിൽ നന്നാക്കിയെടുക്കാം. ശരിയാണ്. ഓക്സൈഡ് അയിരുകൾ മാത്രമല്ല, സ്വർണത്തിന്റെ അയിരും ഓക്സൈഡിന്റെ അയിരും രണ്ടും നമുക്ക് എങ്ങനെ എടുക്കാം? ജലപ്രവാഹത്തിൽ ക്ലീൻ ചെയ്തെടുക്കാം, നന്നാക്കിയെടുക്കാം. ആ പ്രസ്താവന ശരിയാണ്. ഇനി സോഡിയം നിരോക്സീകരണത്തിന് വൈദ്യുതി ഉപയോഗിക്കുന്നു. ലോഹ ശുദ്ധീകരണം അല്ലെങ്കിൽ ലോഹ നിർമ്മാണത്തിന്റെ രണ്ടാമത്തെ ഘട്ടം വേർതിരിക്കൽ പ്രക്രിയ എത്തുമ്പോൾ നമ്മൾ ആദ്യം ക്ലീൻ ചെയ്തെടുത്ത എല്ലാ അയിരുകളെയും എന്താക്കി മാറ്റണം എന്നറിയോ? ഓക്സൈഡുകളാക്കി മാറ്റണം. അതാണ് ആദ്യം ചെയ്യാനുള്ളത്. പിന്നെ ആ ഓക്സൈഡുകളെ റിഡക്ഷൻ അഥവാ നിരോക്സീകരണം എന്ന പ്രക്രിയയ്ക്ക് വിധേയമാക്കണം. അപ്പോൾ റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ റിഡക്ഷൻ നിരോക്സീകരണത്തിന് വിധേയമാക്കാൻ അനുയോജ്യമായ റെഡ്യൂസിംഗ് ഏജന്റുകൾ അതല്ലെങ്കിൽ നിരോക്സീകാരികൾ വേണം എന്നത് നിങ്ങൾ മറക്കരുത്. സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന നിരോക്സീകാരികൾ കാർബൺ മോണോക്സൈഡ്, ഇലക്ട്രിസിറ്റി അഥവാ വൈദ്യുതി ഒക്കെയാണ് കേട്ടോ. എന്നാൽ ഇവിടെ സോഡിയത്തിനെ നിരോക്സീകരിക്കാൻ വൈദ്യുതി ഉപയോഗിക്കുന്നു എന്നാ പറഞ്ഞത്. ശരിയാണോ? ആണ്. കാരണം സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മെഗ്നീഷ്യം തുടങ്ങിയ ലോഹങ്ങളുടെ പ്രത്യേകത അവര് വളരെ ആക്റ്റീവാണ്, റിയാക്റ്റീവാണ്, ക്രിയാശീലത കൂടുതലാണ്. അപ്പോൾ റിയാക്ടിവിറ്റി കൂടിയ ലോഹങ്ങളെ എന്ത് ചെയ്യണം? നിരോക്സീകരിക്കാൻ, അവരുടെ ധാതുവിൽ നിന്നും നിരോക്സീകരിച്ചെടുക്കാനായിട്ട് നമുക്ക് എന്ത് വേണം? യെസ്, വൈദ്യുതി തന്നെ വേണം. ശരിയാ. മാഗ്നറ്റൈറ്റിന്റെ ശുദ്ധീകരണം കാന്തിക വിഭജനത്തിലൂടെ സാധ്യമാണെന്ന് പറയുന്നു. അതായത് ഒന്നുകിൽ അയിരായിട്ടോ അല്ലെങ്കിൽ ഇംപ്യൂരിറ്റി അപദ്രവ്യമായിട്ടോ ഇരുമ്പ് വരികയാണെങ്കിൽ, മാഗ്നറ്റൈറ്റ് എന്ന് പറയുമ്പോൾ ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റ്, ലിമണൈറ്റ്, സിഡറൈറ്റ് ഇതെല്ലാം ഇരുമ്പിന്റെ ധാതുക്കളാണല്ലോ. അപ്പൊ കാന്തിക വിഭജനത്തിലൂടെ മാഗ്നറ്റൈറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? സാന്ദ്രണം ചെയ്തെടുക്കാം, ക്ലീൻ ചെയ്തെടുക്കാം. അതും ശരിയാ. അപ്പൊ ഇതിലെ തെറ്റായിട്ടുള്ളത് ഏതെന്ന് പറഞ്ഞാൽ ബോക്സൈറ്റിന് ഒരിക്കലും പ്ലവന പ്രക്രിയ അല്ല. ശരിക്കും സൾഫൈഡ് അയിരുകളെയാണ് നമ്മൾ പ്ലവന പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്നത്. അതൊരു PYQ ആണ്. ബോക്സൈറ്റിനെ നമ്മൾ എന്താ ചെയ്യുക? യെസ്, നല്ല കോൺസെൻട്രേറ്റഡ് ഗാഢത കൂടിയ സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി ഉപയോഗിച്ചിട്ട് ലീച്ചിങ്ങിന് വിധേയമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ കണക്ട് ചെയ്ത് ഇനിയും വസ്തുതകളുണ്ട്, നമുക്കത് പഠിക്കാം കേട്ടോ. മറ്റൊരു സെഷനിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളതാ ചോദിച്ചത്. ചോദ്യത്തിന്റെ ഉത്തരം ഞാനിവിടെ എഴുതിക്കോട്ടെ. യെസ്, അതാ ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് എന്ത് പറയേണ്ടി വരും? അത് തെറ്റായിട്ട് വരുന്നത് ഓപ്ഷൻ A ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിലും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, വനസ്പതി ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഏത്? അതായത് ഉൽപ്രേരകം ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഉൽപ്രേരകം. ഒരുപാട് തവണ കേരള PSC റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. ഹൈഡ്രജൻ, വനേഡിയം, നിക്കൽ, സ്പോഞ്ച് ഇരുമ്പ്. ഇവിടെ എല്ലാവരും പെട്ടെന്ന് ആ ഹൈഡ്രജൻ തന്നെ മാർക്ക് ചെയ്യും. കാരണം വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സസ്യ എണ്ണയിലൂടെ ഹൈഡ്രജൻ ഗ്യാസ് കടത്തിവിട്ടിട്ടാണ് നമ്മൾ വനസ്പതി നെയ്യ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ഹൈഡ്രജൻ ആണല്ലോ എന്ന് ചിന്തിച്ച് അത് തന്നെ മാർക്ക് ചെയ്യും. എന്നാൽ തെറ്റാണ്. ഇവിടെ ചോദിച്ചേക്കുന്ന പദാർത്ഥം ഉൽപ്രേരകം ഏത്? രാസപ്രവർത്തനത്തിന്റെ ഭാഗമായി എന്നാൽ രാസമാറ്റത്തിന് വിധേയമാകാതെ ആ രാസപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് ഉൽപ്രേരകങ്ങൾ. എപ്പോഴും കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ കൂട്ടുക മാത്രമല്ല അവർ ചെയ്യുന്നത്, കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. രാസപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടുന്ന ഉൽപ്രേരകങ്ങളെ നമ്മൾ പോസിറ്റീവ് കാറ്റലിസ്റ്റുകൾ അതല്ലെങ്കിൽ പോസിറ്റീവ് ഉൽപ്രേരകങ്ങളെന്നും, രാസപ്രവർത്തന വേഗത കുറയ്ക്കുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് കാറ്റലിസ്റ്റുകൾ അതല്ലെങ്കിൽ നെഗറ്റീവ് ഉൽപ്രേരകങ്ങൾ.
ഇനി നമുക്ക് ഒരു കൂട്ടം ഉൽപ്രേരകങ്ങൾ പഠിക്കാം. നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാകും, നിങ്ങൾക്ക് അറിവുള്ള കാര്യം തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കോണ്ടാക്ട് പ്രോസസ് അതല്ലെങ്കിൽ സമ്പർക്ക പ്രക്രിയയിൽ നമ്മൾ നിർമ്മിക്കുന്ന പദാർത്ഥം ഏതെന്ന് ചോദിച്ചാൽ സൾഫ്യൂരിക് ആസിഡ് ആണ്. അവിടെ സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം V2O5 അല്ലെങ്കിൽ വനേഡിയം പെന്റോക്സൈഡ്. അടുത്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഓസ്റ്റ്വാൾഡ് പ്രക്രിയ അതല്ലെങ്കിൽ ഓസ്റ്റ്വാൾഡ് പ്രോസസ്. ഞാൻ എല്ലാ ബാച്ചിനെയും കൂടി കവർ ചെയ്യുന്നതുകൊണ്ടാണ് ജസ്റ്റ് ഇംഗ്ലീഷിൽ എഴുതുന്നത്, ഓക്കെ ആണെന്ന് കരുതുന്നു. അതിൽ നമ്മൾ HNO3 അല്ലെങ്കിൽ നൈട്രിക് ആസിഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നൈട്രിക് ആസിഡിനെ നമ്മൾ നിർമ്മിക്കാൻ അവിടെ ഉപയോഗിക്കുന്നത് പ്ലാറ്റിനം 5 മുതൽ 10% വരെ റോഡിയം എന്ന ലോഹം കൂടി ഉൽപ്രേരകം അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്തത് ഹേബർ പ്രോസസ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹേബർ പ്രോസസ്സിൽ നമ്മൾ നിർമ്മിക്കുന്ന പദാർത്ഥം ഏതെന്ന് ചോദിച്ചാൽ അത് അമോണിയ NH3 ആണ്. ഹേബർ പ്രോസസ്സിൽ അമോണിയ നിർമ്മിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സോഫ്റ്റ് ഇരുമ്പ് അതല്ലെങ്കിൽ സ്പോഞ്ച് ഇരുമ്പാണെന്ന് പഠിച്ചേക്കണം. അതുപോലെ ഹൈഡ്രജനേഷൻ കണ്ടോ, അതായത് വെജിറ്റബിൾ ഓയിലിൽ കൂടി ഹൈഡ്രജൻ ഗ്യാസ് കടത്തിവിട്ട് വനസ്പതി നെയ്യ്, നമ്മുടെ ഡാൽഡയൊക്കെ ഇല്ലേ, അത് ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ഹൈഡ്രജനേഷൻ. അപ്പൊ ഹൈഡ്രജൻ കടത്തിവിടുന്ന പ്രോസസ് ആയതുകൊണ്ടാണ് അതിനെ ഹൈഡ്രജനേഷൻ എന്ന പേരിട്ട് നമ്മൾ വിളിക്കുന്നത്. ആക്ച്വലി അതിനുപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് നിക്കൽ പലേഡിയം ആണ്. അപ്പോൾ ഈ പ്ലാറ്റിനം റോഡിയം നിക്കൽ പലേഡിയം മാറിപ്പോവരുത്. ഇങ്ങനെ ഓരോരോ നിർമ്മാണ പ്രക്രിയകളിൽ നമ്മൾ ഓരോ ടൈപ്പ് കാറ്റലിസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ പിള്ളേർക്ക് എപ്പോഴും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അത് എങ്ങനെയാണെന്നറിയില്ല. ഏതൊരു നിർമ്മാണ പ്രക്രിയ ചോദിച്ചിട്ടും അതിലെ കാറ്റലിസ്റ്റ് എന്ന് കണ്ടാൽ അവർ വേറൊന്നും ചിന്തിക്കില്ല, ഈ വനേഡിയം പെന്റോക്സൈഡ് തന്നെ അങ്ങ് എഴുതും. ഓർത്തേക്കണം, വനേഡിയം പെന്റോക്സൈഡ് സമ്പർക്ക പ്രക്രിയയിൽ സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 4 പ്രക്രിയകൾ എപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ആയതുകൊണ്ടാണ് ഇത് 4 ഞാൻ വീണ്ടും വീണ്ടും ഫോക്കസ് ചെയ്യുന്നത്. അതിൽ എന്താ ഉൽപ്പന്നം കിട്ടുക, അവിടുത്തെ കാറ്റലിസ്റ്റ് അതല്ലെങ്കിൽ ഉൽപ്രേരകം ഏതാ എന്നുള്ളതും കൂടി നിങ്ങൾ എന്ത് ചെയ്തേക്കണം, പഠിച്ചേക്കണം. ക്ലിയർ അല്ലേ? യെസ്, വെരി ഗുഡ്. അപ്പോ നമുക്കതാ വനസ്പതി ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഉൽപ്രേരകം കണ്ടോ, എന്തായാലും വനേഡിയം അല്ല, ഹൈഡ്രജൻ അല്ല, സ്പോഞ്ച് ഇരുമ്പല്ല, നിക്കൽ പലേഡിയം ആണ്. ഇതിൽ ഏതുണ്ട്? നിക്കൽ ഉണ്ട്. ചോദ്യത്തിന്റെ ഉത്തരം C ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, ആവൃത്തി കൂടിയതും തരംഗദൈർഘ്യം കുറഞ്ഞതുമായിട്ടുള്ള വർണ്ണം ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇൻഡിഗോ, ഓറഞ്ച്, മഞ്ഞ, ചുവപ്പ്. ഇതൊരു കൺഫ്യൂഷൻ ആണല്ലോ. പലരും നിറങ്ങൾ കാണാതെ പഠിക്കുന്ന കണ്ടിട്ടുണ്ട്. നമുക്ക് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വൈദ്യുത കാന്തിക സ്പെക്ട്രം പഠിക്കുന്നില്ലേ? അപ്പൊ വൈദ്യുത കാന്തിക തരംഗങ്ങളെ ആവൃത്തി, തരംഗദൈർഘ്യം തുടങ്ങിയ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഭൗതിക ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഓർഡർ അല്ലെങ്കിൽ ക്രമീകരണത്തിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം അഥവാ വൈദ്യുത കാന്തിക സ്പെക്ട്രം. ആ വൈദ്യുത കാന്തിക സ്പെക്ട്രം ഞാൻ സാധാരണ എന്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ രീതി നിങ്ങൾക്കും പറഞ്ഞു തരാം. അത് പഠിക്കാനുള്ള കോഡാണ് GXUVIMR. ഇപ്പൊ ഞാനത് എക്സ്പാൻഡ് ചെയ്യുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ അല്ലെങ്കിൽ സൈഡിലേക്ക് നമുക്കൊന്ന് എഴുതാം അല്ലെ? ശരി. ഇതിൽ G എന്താ എന്ന് ചോദിച്ചാൽ ഗാമയാണ് കേട്ടോ. X വന്നിട്ട് എക്സ്റേസ് ആണ്. U എന്ന് പറഞ്ഞാൽ അൾട്രാവയലറ്റ് ആണ്. V ആണെങ്കിലോ ദൃശ്യപ്രകാശം അതല്ലെങ്കിൽ വിസിബിൾ ലൈറ്റ് ആണ്. I ആണെങ്കിൽ ഇൻഫ്രാറെഡ് ആണ്. M മൈക്രോവേവ് ആണ്. ആൻഡ് ഫൈനലി R റേഡിയോ വേവ് ആണ്. കണ്ടോ, അങ്ങനെ ഗാമ മുതൽ റേഡിയോ വരെയുള്ള തരംഗങ്ങളെ ഒരു പ്രത്യേക മാനറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് പഠിക്കാനുള്ള കോഡാണ്, അത് നിങ്ങൾക്ക് ഇവിടെ കാണാം, GXUVIMR. ഇതിനകത്ത് ഇത് വൈദ്യുത കാന്തിക തരംഗങ്ങൾ, വൈദ്യുത കാന്തിക സ്പെക്ട്രം, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ഇതിനകത്ത് ആ വിസിബിൾ ലൈറ്റിനെ ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ, വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത് ദൃശ്യപ്രകാശമാണ്. അത് വിസിബിൾ സ്പെക്ട്രമാണ്, കാണുന്ന നിറങ്ങളാണ്. സൂര്യപ്രകാശത്തിലെ 7 വർണ്ണങ്ങളായതുകൊണ്ട് അതിനെ നമുക്ക് ഒന്നുകിൽ സോളാർ സ്പെക്ട്രം അല്ലെങ്കിൽ സൗര സ്പെക്ട്രം എന്ന പേരിട്ട് വിളിക്കാം. ഇത് ഓരോ നിറങ്ങളെയും പച്ച, മഞ്ഞ, നീല അങ്ങനെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊണ്ട് വിസിബിൾ സ്പെക്ട്രം എന്ന പേരിട്ട് വിളിക്കാം. ഇത് നിറങ്ങളായതുകൊണ്ട് കളർ സ്പെക്ട്രം എന്ന പേരിട്ടും വിളിക്കാം. അപ്പൊ ഓർത്തു വെക്കണം, ആ വലിയ വൈദ്യുത കാന്തിക സ്പെക്ട്രം ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കുഞ്ഞ് നിറങ്ങൾ ചേരുന്ന സ്പെക്ട്രമാണ്
കളർ സ്പെക്ട്രം, അല്ലെങ്കിൽ വിസിബിൾ സ്പെക്ട്രം, അതല്ലെങ്കിൽ സോളാർ സ്പെക്ട്രം. ആ വിസിബിൾ ലൈറ്റിനെയാണ് നമ്മൾ വിളിക്കുന്നത്. ഇത് ആരൊക്കെയാന്ന് നോക്കാം. ദേ വേറെ ആരുമല്ല, വിസിബിൾ സ്പെക്ട്രത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് നമ്മളോട് ചോദിക്കുമ്പോ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. വിബ്ജിയോർ, അതെ, നമ്മുടെ മഴവിൽ വർണ്ണങ്ങൾ വിബ്ജിയോർ, ഈ വിബ്ജിയോർ ആണ്. അപ്പൊ വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിനകത്ത് വരുന്ന ആ വിസിബിൾ ലൈറ്റിനെയാണ് നമ്മൾ കളർ സ്പെക്ട്രം, സോളാർ സ്പെക്ട്രം, വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് വിബ്ജിയോർ കണ്ടോ 7 നിറങ്ങളുണ്ട് അല്ലെ. അപ്പോ അത് ക്ലിയർ അല്ലേ? ഇനി ചോദിച്ചേക്കുന്നത് ആവൃത്തി കൂടിയതും തരംഗദൈർഘ്യം കുറഞ്ഞതുമായിട്ടുള്ള വർണ്ണം. അവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. അത് ഫിസിക്സിൽ നമുക്ക് പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ട് പഠിക്കാം. ഇവിടെ പഠിക്കേണ്ട കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഞാൻ കളേഴ്സ് ആണ് ക്വസ്റ്റ്യന് വന്നിരിക്കുന്നത്, കളർ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. വിബ്ജിയോർ എന്ന് ഞാൻ നീട്ടി എഴുതുവാണേ, ഇത്രയേ ഉള്ളൂ. അപ്പോ നമ്മുടെ കളർ സ്പെക്ട്രത്തില് ഞാൻ ഈ തന്നിരിക്കുന്ന ഓർഡർ പ്രകാരം ഇടത്തേ അറ്റത്ത് കിടക്കുന്ന തരംഗം ഏത് അല്ലെങ്കിൽ നിറം ഏത് എന്ന് ചോദിച്ചാൽ അത് വയലറ്റ് അല്ലേ? വയലറ്റ് കളർ ലൈറ്റ്, വയലറ്റ് ലൈറ്റ് ആണ്. വലത്തേ അറ്റത്ത് റെഡ് ആണ്. അപ്പോ ഈ കളർ സ്പെക്ട്രത്തിന്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? അവിടെ വേവ് ലെങ്ത് അതല്ലെങ്കിൽ തരംഗ ദൈർഘ്യത്തിനുണ്ടാകുന്ന മാറ്റം എന്താണ് എന്ന് ചോദിക്കാം. തരംഗ ദൈർഘ്യം കൂടി കൂടി വരും. ആവൃത്തി അതല്ലെങ്കിൽ ഫ്രീക്വൻസിക്ക് ഉണ്ടാകുന്ന മാറ്റം എന്താ എന്ന് ചോദിക്കാം. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ആവൃത്തി, ഫ്രീക്വൻസി കുറഞ്ഞു വരും. ഈ നിറങ്ങളുടെ ഊർജം അല്ലെങ്കിൽ എനർജിക്ക് ഉണ്ടാകുന്ന മാറ്റം എന്താ എന്ന് ചോദിക്കാം. ഊർജവും കുറഞ്ഞു വരും. അപ്പൊ നോക്കണം, ഇടത്തേ അറ്റത്ത് വയലറ്റിൽ നിന്നും ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് അങ്ങനെ റെഡിലേക്ക് എത്തുമ്പോൾ ഉള്ള കേസാണ് ഞാൻ പറഞ്ഞത്. തരംഗദൈർഘ്യം കൂടി വരും. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ പറയട്ടെ, വേവ് ലെങ്ത് അതല്ലെങ്കിൽ തരംഗ ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ വൈദ്യുത കാന്തിക തരംഗം. നമുക്ക് ആ വൈദ്യുത കാന്തിക തരംഗം എന്ന കോൺസെപ്റ്റ് തൽക്കാലം മാറ്റിവെക്കാം. ഇവിടെ നിറങ്ങളാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ തരംഗ ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ നിറം ഏത് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ എന്തുത്തരം പറയണം? ഇടത്തേ അറ്റത്ത് കിടക്കുന്ന ആളാണ് അല്ലെ? യെസ്, ആരാ? വയലറ്റ്. അപ്പോ ഇതാ കിട്ടി. ഇനി തരംഗ ദൈർഘ്യം ഏറ്റവും കൂടിയ നിറം ഏത് എന്ന് ചോദിച്ചാലോ ആരോ മാർക്ക് താഴോട്ട് കുറവ്, മുകളിലേക്ക് കൂടുതൽ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഏതായിരിക്കാം? ഇടത്തേ അറ്റത്തുനിന്ന് വലത്തിലോട്ട് പോകുമ്പോൾ തരംഗ ദൈർഘ്യം കൂടി വരും. അപ്പൊ ഏറ്റവും കൂടുതൽ ആർക്കാ? റെഡിനാണ്. കണ്ടോ? ഇനി ആവൃത്തി ഏറ്റവും കൂടിയ നിറം ആർക്കാണ് എന്ന് നമ്മളോട് ചോദിച്ചാൽ എന്തുത്തരം പറയും? എടാ, ഇടത്തേ അറ്റത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ആവൃത്തി കുറഞ്ഞു വരുന്ന ടെൻഡൻസി ആണ്. അതായത് തരംഗദൈർഘ്യത്തിന്റെ ഓപ്പോസിറ്റ് ആണ് അല്ലെ? അപ്പോ തരംഗദൈർഘ്യം കുറവാർക്കോ അയാൾക്ക് ആവൃത്തി കൂടുതലായിരിക്കും. യെസ്, അതാ ഉത്തരം കിട്ടി, വയലറ്റ്. അടുത്ത പോയിന്റ്, ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി ഏറ്റവും കുറഞ്ഞ നിറം ഏതാ എന്ന് ചോദിക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആവൃത്തി കണ്ടോ കുറഞ്ഞു വരുവാണ്. വയലറ്റിൽ നിന്ന് റെഡിലോട്ട് പോകുന്തോറും ഇത് ആവൃത്തി കുറയുകയാണ്. അപ്പൊ ഏറ്റവും കുറവ് ആർക്കായിരിക്കും? റെഡിന്. നിങ്ങൾ നോക്കിയാൽ കാണാം, ആവൃത്തി എങ്ങനെയാണോ അതുപോലെയല്ലേ നമുക്ക് ഊർജവും വേരി ചെയ്യുന്നത്. അപ്പൊ ഞാൻ സൈഡിലോട്ട് എഴുതട്ടെ. യെസ്, ഊർജം അല്ലെങ്കിൽ എനർജി ഏറ്റവും കൂടിയ നിറം ഏത് എന്ന് ചോദിച്ചാൽ അതും എഗെയിൻ ആർക്ക് തന്നെയാണ്? വയലറ്റിന്. അപ്പൊ ഊർജം അല്ലെങ്കിൽ എനർജി ഏറ്റവും കുറഞ്ഞ നിറം ഏതെന്ന് ചോദിച്ചാലോ അത് റെഡിനാണെന്ന് പഠിച്ചേക്കണം. ക്ലിയർ ആയോ? മനസ്സിലായോ? കാരണം കളർ സ്പെക്ട്രത്തിന്റെ വിബ്ജിയോറിന്റെ വയലറ്റിൽ നിന്ന് റെഡിലേക്ക് പോകുന്തോറും തരംഗ ദൈർഘ്യം കൂടി വരും. ആവൃത്തിയും ഊർജവും കുറഞ്ഞു വരും. അപ്പൊ അങ്ങ് വലത്തേ അറ്റത്തെത്തുമ്പോൾ അവിടെ മാക്സിമം തരംഗ ദൈർഘ്യം ഏറ്റവും കൂടുതൽ റെഡിന്, ആവൃത്തിയും ഊർജവും ഏറ്റവും കുറവ് റെഡിന്. ഇങ്ങറ്റത്ത് തരംഗ ദൈർഘ്യം ഏറ്റവും കുറവ് വയലറ്റിന്, ആവൃത്തിയും ഊർജവും ഏറ്റവും കൂടുതൽ വയലറ്റിന്. പിടികിട്ടിയോ? സംഗതി ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതും PYQ ആണ്. ആവൃത്തി കൂടിയതും തരംഗ ദൈർഘ്യം കുറഞ്ഞതുമായിട്ടുള്ള വർണ്ണം ഏത്? അപ്പോ നമ്മുടെ ഈ ഫുൾ നിറങ്ങൾ പരിഗണിക്കുമ്പോൾ ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ വയലറ്റിനാണെന്ന് നമുക്ക് കാണാമല്ലേ? കാരണം ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ഫ്രീക്വൻസി കൂടി വരും. വേവ് ലെങ്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ഫ്രീക്വൻസി കുറഞ്ഞു വരുന്നുണ്ട്. അതുപോലെ വേവ് ലെങ്ത് തരംഗ ദൈർഘ്യം കൂടി വരുന്നുണ്ട്. ചോദിച്ചേക്കുന്നത് എന്താ?
ആവൃത്തി ഏറ്റവും കൂടിയതും തരംഗദൈർഘ്യം ഏറ്റവും കുറവ് ലെഫ്റ്റ് മോസ്റ്റ് കിടക്കുന്നതല്ലേ. അങ്ങോട്ട് പോകുമ്പോൾ തരംഗദൈർഘ്യം കൂടിക്കൂടി വരും. അപ്പൊ തരംഗദൈർഘ്യം ഏറ്റവും കുറവെന്ന് പറയുമ്പോൾ ലെഫ്റ്റിലല്ലേ. അങ്ങോട്ട് പോകുമ്പോൾ ഫ്രീക്വൻസി കുറയും, അപ്പോൾ ഏറ്റവും കൂടുതൽ ലെഫ്റ്റിലല്ലേ. അപ്പോൾ തരംഗദൈർഘ്യം ഏറ്റവും കൂടുതൽ, അതുപോലെ ഫ്രീക്വൻസി ഏറ്റവും കുറവ്, ഈ രണ്ടും ഒരുമിച്ച് വരുമ്പോൾ നമ്മുടെ മുഴുവൻ നിറങ്ങളിൽ ആരാ അത്? ഈസി, അതിന്റെ ഉത്തരം റെഡ് ആണ്. കൗണ്ടർ പോയിന്റ്, വേവ് ലെങ്ത് തരംഗദൈർഘ്യം ഏറ്റവും കുറവ്, ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ, ഇത് രണ്ടും കൂടെ ചോദിക്കുമ്പോൾ ആരാ ഉത്തരം? വയലറ്റ് ആണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ കാണുന്നുണ്ടോ? ക്ലിയർ ആകുന്നുണ്ടോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരാം. ആവൃത്തി ഏറ്റവും കൂടിയതും തരംഗദൈർഘ്യം ഏറ്റവും കുറഞ്ഞതുമായിട്ടുള്ള വർണ്ണം ശരിക്കും ആരാ? ഫ്രീക്വൻസി കൂടുതലും തരംഗദൈർഘ്യം കുറവും വയലറ്റ് അല്ലേ? ഇതാ കണ്ടോ, ഫ്രീക്വൻസി കൂടുതൽ തരംഗദൈർഘ്യം കുറവ് വയലറ്റ് അല്ലേ? പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ ഓപ്ഷൻസിൽ ഉണ്ടോ എന്ന് നോക്കാം. നോക്കൂ, ഇൻഡിഗോ, ഓറഞ്ച്, മഞ്ഞ, ചുവപ്പ് ഇല്ല. അപ്പൊ വയലറ്റിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ വയലറ്റ് കഴിഞ്ഞ് അടുത്ത് ആരാ വരേണ്ടത്? ഇൻഡിഗോയാണ് രണ്ടാം സ്ഥാനം. ഇൻഡിഗോ ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടോ? അതാ ഉണ്ട്. അപ്പൊ ഉത്തരം കിട്ടി. ഈ തന്നിരിക്കുന്ന നിറങ്ങളിൽ, അതായത് ഇൻഡിഗോ, ഓറഞ്ച്, മഞ്ഞ, ചുവപ്പ് നിറങ്ങളിൽ ഫ്രീക്വൻസി ഏറ്റവും കൂടുതലും തരംഗദൈർഘ്യം കുറവും ആർക്കാണ്? ഇൻഡിഗോയ്ക്കാണ്. ചോദ്യത്തിന്റെ ഉത്തരം എ. ഇതാ വൈദ്യുത കാന്തിക സ്പെക്ട്രം എന്താന്ന് പഠിച്ച് ആ തരംഗങ്ങളെ പഠിച്ച് അതിനകത്ത് നിന്ന് നിങ്ങൾ ആ നിറങ്ങളെ പഠിക്കുമ്പോഴാണ് എന്ത് പറ്റുക? കംപ്ലീറ്റ് ആയിട്ട് ഐഡിയ കിട്ടുക. എന്തായാലും ഏറെക്കുറെ ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാകുന്നു. ഒന്നുമില്ല, ആ വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിന്റെ GXUV-IMR അല്ലെങ്കിൽ അതിനകത്ത് വിബ്ജിയോർ, അതിന്റെ ഞാൻ ഈ പറഞ്ഞ പ്രകാരം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ, അതായത് ഗാമയിൽ നിന്ന് റേഡിയോയിലേക്ക്, പിന്നെ വയലറ്റിൽ നിന്നും റെഡിലേക്ക് അങ്ങനെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? തരംഗദൈർഘ്യം കൂടി കൂടി വരും. അങ്ങോട്ട് പോകുമ്പോൾ ആവൃത്തിയും ഊർജവും കുറഞ്ഞു വരും. ഇത് മനസ്സിലാക്കി വെച്ചാൽ ഇതൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യം വരില്ല. ഓക്കെ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിനകത്ത് പഠിക്കും. നിങ്ങളൊക്കെ എന്ത് ചെയ്യുക? നമ്മുടെ കോഴ്സിന്റെ ഭാഗമാകുക. കേരള PSC, ഇവിടെ നമ്മുടെ സൈലം PSCയിൽ പുതിയ കോഴ്സുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമാവുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ബാരോമീറ്ററിൽ രസത്തിന്റെ അളവ് ഉയർന്നു നിൽക്കുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? താപനില അളക്കുന്ന ഉപകരണം തെർമോമീറ്റർ എന്ന് പറയുന്ന പോലെ അന്തരീക്ഷ മർദ്ദം അല്ലെങ്കിൽ അറ്റ്മോസ്ഫറിക് പ്രഷർ മെഷർ ചെയ്യുന്ന ഉപകരണം ഏതാ എന്ന് ചോദിക്കാം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാരോമീറ്റർ. ബാരോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം മെർക്കുറിയാണ്, രസമാണ്. ബാരോമീറ്ററിൽ രസത്തിന്റെ അളവ് ഉയർന്നു നിന്നാൽ അതെപ്പോഴും നല്ല കാലാവസ്ഥയെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ ക്ലിയർ വെതർ, പ്രസന്നമായ കാലാവസ്ഥയാണെന്ന് നിങ്ങൾ പഠിച്ചേക്കണം. ചോദ്യത്തിന്റെ ഉത്തരം സി ആണ്. ഇനി ബാരോമീറ്ററിൽ രസത്തിന്റെ അളവ് പെട്ടെന്ന് താഴുകയാണെങ്കിൽ അതൊരു സ്റ്റോം അല്ലെങ്കിൽ കൊടുങ്കാറ്റിന്റെ സൂചനയാണ്. പതിയെ താഴുകയാണെങ്കിലോ മഴയെ സൂചിപ്പിക്കുന്നു. കണ്ടോ? അപ്പോൾ ഈ അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണം ബാരോമീറ്റർ കണ്ടെത്തിയത് വേറെ ആരുമല്ല, ടോറിസെല്ലി ആണെന്ന് പഠിച്ചേക്കണം. ബാരോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം മെർക്കുറി ആണെന്ന് പഠിക്കുക. ബാരോമീറ്ററിന്റെ കേസാണ് ഓർത്തു വെക്കേണ്ടത്. അതില് രസം അല്ലെങ്കിൽ മെർക്കുറിയുടെ അളവ് ഉയർന്നു നിന്നാൽ ദാറ്റ് ഈസ് ക്ലിയർ വെതർ, നല്ല കാലാവസ്ഥ. പെട്ടെന്ന് താഴ്ന്നാൽ കൊടുങ്കാറ്റ്, പതിയെ താഴ്ന്നാല് മഴ. മാറിപ്പോവരുതേ, ഇതെപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാ. ഇനിയും റിപ്പീറ്റ് ചെയ്യും, നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഇനി ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം മോസ്റ്റ് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണമാണ്. അതിന് ഓർബിറ്റലും നമ്മുടെ കുട്ടികൾക്ക് മാറിപ്പോവരുത്. ആറ്റത്തില് ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാര പാതയ്ക്ക് വിളിക്കുന്ന പേരെന്താ എന്ന് ചോദിക്കാം. അതാണ് ഓർബിറ്റ്, ഷെല്ല്, അതല്ലെങ്കിൽ എനർജി ലെവൽ. ന്യൂക്ലിയസ്, അതായത് പോസിറ്റീവ് പ്രോട്ടോണും ന്യൂട്രോണും ഇരിക്കുന്ന മേഖലയാണല്ലോ. ആ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഈ സഞ്ചാര പാതയാണ് ഷെല്ല്. അതിലാണ് ആരിയ്ക്കുന്നത്? ഇലക്ട്രോണുകൾ ഇരിക്കുന്നത്, അല്ലെ? ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന K ഷെല്ല്, L, M, N, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഷെല്ലുകൾ പോകുന്നത്.
അപ്പോൾ ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്താൻ പറഞ്ഞാൽ നമുക്കതറിയാം. KLMN ഇങ്ങനെയാ പോകുന്നത്. 2n² വെച്ചിട്ട് കെയില് മാക്സിമം എത്ര ഇലക്ട്രോണുകൾക്ക് ഇരിക്കാൻ പറ്റും? അതാ 2 ഇലക്ട്രോണുകൾക്ക് ഇരിക്കാം. എല്ലില് 8 ഇലക്ട്രോണുകൾക്ക് ഇരിക്കാം. എമ്മില് 18 ഇലക്ട്രോണുകൾ, എന്നില് 32 ഇലക്ട്രോണുകൾ. ആ 2n² അടിസ്ഥാനമാക്കി ഓരോ ഷെല്ലിലും എന്ത് ചെയ്യാം? ഇലക്ട്രോണുകൾക്ക് ഇരിക്കാം. ഇവിടെ എന്നിന്റെ വാല്യൂ 1, ഇത് 2ാമത്തെ ഷെല്ല്, 3ാമത്തെ ഷെല്ല്, 4ാമത്തെ ഷെല്ല്, അങ്ങനെയാണ് നമ്പർ ചെയ്യുന്നത്. ഇനി ഷെല്ലിനുള്ളിൽ കാണപ്പെടുന്ന ഇലക്ട്രോൺ കൂട്ടങ്ങളെ വിളിക്കുന്ന പേരാണ് സബ്ഷെല്ലുകൾ. സബ്ഷെല്ലുകളെ നിങ്ങൾ എങ്ങനെയാണ് നെയിം ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കത് അറിയാം. SPDF ആണല്ലേ. S#. S എന്ന് പറയുന്ന സബ്ഷെല്ലില് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. P എന്ന് പറയുന്ന സബ്ഷെല്ലില് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 6 ആണ്. D എന്ന് പറയുന്ന സബ്ഷെല്ലില് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആണ്. F എന്ന് പറയുന്ന സബ്ഷെല്ലില് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 14 ആണ്. കണ്ടോ? അത് പഠിച്ചു വെച്ചേക്കണം. ഇനി ആറ്റത്തിന്റെ ഷെല്ലിനുള്ളിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇലക്ട്രോണുകളെ കണ്ടെത്താൻ സാധ്യതയുള്ള ത്രിമാന മേഖലകളെ വിളിക്കുന്ന പേര് എന്താണെന്ന് ചോദിക്കാം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഓർബിറ്റൽ. നമ്മൾ ആദ്യം പഠിച്ചത് ഓർബിറ്റ്. അതിനുള്ളില് ഏറ്റവും കൂടുതൽ ഇലക്ട്രോണുകളെ കണ്ടെത്താൻ സാധ്യതയുള്ള ത്രിമാന മേഖലകൾ, 3D സ്പേസസ്, അതിനെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽ. അവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യം, എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിലെ 2 ഇലക്ട്രോണുകൾക്ക് ഇരിക്കാൻ ഒരൊറ്റ ഓർബിറ്റൽ മതി. കാരണം ഒരു ഓർബിറ്റലിൽ പരമാവധി 2 ഇലക്ട്രോണുകൾക്ക് ഇരിക്കാം. ആ 2 ഇലക്ട്രോണുകളും ഒരേ ചാർജ് ഉള്ളവയായതുകൊണ്ട് രണ്ടും ഒരേ ഡയറക്ഷനില്, ഒരേ ദിശയില് സ്പിന്ന് ചെയ്യില്ല. ഒന്ന് ക്ലോക്ക് വൈസ് ആണ് ചലിക്കുന്നതെങ്കിൽ മറ്റേത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും. അപ്പൊ അതിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെന്ന് കാണിക്കാനാണ് ഞാൻ സ്പിന്നിങ് ഇതേ ഒന്ന് പോസിറ്റീവും നെഗറ്റീവും 2ആയിട്ട് കാണിച്ചത്, നമ്മുടെ മൊബൈൽ ഡേറ്റയിലെ സിംബൽ പോലെ. അപ്പോ എസ് സബ്ഷെല്ലിലെ 2 ഇലക്ട്രോണുകൾക്ക് ഇരിക്കാൻ ഒരൊറ്റ ഓർബിറ്റൽ മതിയെങ്കിൽ നിങ്ങൾക്ക് പറയാം പി സബ്ഷെല്ലിലുള്ള 6 ഇലക്ട്രോണുകൾക്ക് ഇരിക്കാൻ എത്ര ഓർബിറ്റൽ വേണ്ടി വരും? 3 ഓർബിറ്റലുകൾ വേണ്ടി വരും. കണ്ടോ? ആ 3 എണ്ണത്തിൽ 6 എണ്ണം, 1, 2, 3, 4, 5, 6. കണ്ടോ? ഇനി ഡിയിലുള്ള 10 ഇലക്ട്രോണുകൾക്ക് ഇരിക്കാനോ 5 ഓർബിറ്റലുകൾ വേണ്ടി വരും. 1, 2, 3, 4, 5. എങ്ങനെയാ? 1, 2, 3, 4, 5. ഇനി ഓപ്പോസിറ്റ് സ്പിന്നിങ്, ഒരെണ്ണത്തിൽ 2 വെച്ചിരുന്നു ഇരിക്കുമല്ലോ. 6, 7, 8, 9, 10. എഫ് എന്ന് പറയുന്ന സബ്ഷെല്ലിലെ 14 ഇലക്ട്രോണുകൾക്ക് ഇരിക്കാനാണെങ്കിലോ 7 ഓർബിറ്റലുകൾ വേണ്ടി വരും. ശരിയല്ലേ? ഇതാ നോക്കൂ, 1, 2, 3, 4, 5, 6, 7. ആ 14 ഇലക്ട്രോണുകളെ നിങ്ങൾ നോക്കൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. കണ്ടോ? അപ്പൊ ഓർത്തു വെക്കുക, ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എല്ലായ്പ്പോഴും എത്രയാണ്? 2 ആണെന്ന് പഠിച്ചു വെക്കുക. ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? എ ആണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് തവണ കേരള PSC ടീച്ചിങ് എക്സാം, അതായത് നമ്മുടെ LP UP ഉൾപ്പെടെയുള്ള എല്ലാ എക്സാംസിനും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള നല്ല ഡെപ്തിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അത് നമുക്കിനി മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ കോൺസെപ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ചു വെക്കുക. അടുത്തത് ലെൻസ് ആൻഡ് മിറേഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നതിൽ ലെൻസ് എന്നോ ദർപ്പണം എന്നോ സ്പെസിഫൈ ചെയ്യാതെ പ്രകാശത്തെ വിസരിപ്പിക്കുന്നത്, ദാറ്റ് മീൻസ് ഡൈവേർജ് ചെയ്യുന്നത്, സ്പ്രെഡ് ചെയ്യുന്നത് ഏതെന്നാ ചോദിച്ചേക്കുന്നത്. പെട്ടെന്ന് ഇത് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. കോൺവെക്സ് ലെൻസ്, കോൺകേവ് ദർപ്പണം, കോൺവെക്സ് ദർപ്പണം, ഇതൊന്നുമല്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ദേ പടം ഞാൻ കാണിച്ചു തരാം. ദാ കണ്ടോ? അപ്പൊ ലെൻസുകൾ പ്രധാനമായിട്ട് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ 2 എണ്ണം പഠിക്കാനുള്ളത്. ഒന്ന് കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. ഒരു കോൺവെക്സ് ലെൻസ് നോക്കിയാൽ കാണാം അതിന്റെ 2 വശങ്ങളും പുറത്തേക്ക് ഉരുണ്ട് തള്ളിയിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണല്ലേ. ഒരു കോൺവെക്സ് ലെൻസിലേക്ക് കടന്നു വരുന്ന പ്രകാശരശ്മികൾ നിങ്ങൾ ശ്രദ്ധിച്ചോ?
അതിലൂടെ സഞ്ചരിച്ച് അപവർത്തനത്തിന് വിധേയമായി അത് പാസ് ചെയ്ത് പുറത്തേക്ക് പോയി ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു. ഏതു ബിന്ദുവിലാണോ കേന്ദ്രീകരിക്കുന്നത് അത് ആ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ പോയിന്റ് എന്നറിയപ്പെടും. അപ്പൊ മനസ്സിലായി, ഒരു കോൺവെക്സ് ലെൻസ് പ്രകാശത്തെ എന്ത് ചെയ്യുന്നു? കൺവേർജ് ചെയ്യുന്നു, അതായത് പ്രകാശത്തെ കേന്ദ്രീകരിക്കുന്നു. ക്ലിയർ അല്ലേ? ഇനി കോൺകേവ് ലെൻസിന്റെ കേസിലേക്ക് വരികയാണെങ്കിലോ, നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കോൺകേവ് ലെൻസിന്റെ പ്രത്യേകത കോൺവെക്സ് ലെൻസിനെ പോലെ ഉരുണ്ട് തള്ളിയിരിക്കുന്നില്ല, പകരം അകത്തേക്ക് ഇങ്ങനെ കുഴിഞ്ഞിരിക്കുക. അല്ലെ, കണ്ടോ? ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും കുഴിഞ്ഞിരിക്കുക. അപ്പൊ ഒരു കോൺകേവ് ലെൻസിലേക്ക് വരുന്ന പ്രകാശരശ്മികൾ ശരിക്കും കണ്ടോ, അവിടെ പുറത്തുനിന്ന് ഏതോ ഒരു ബിന്ദുവിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. അതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പുറകിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു പോയിന്റ്, അതും റിയൽ അല്ല, വിർച്വൽ ആണ്, മിഥ്യയാണ്. ഇത് ആക്ച്വലി പല ഭാഗത്തേക്ക് ഇങ്ങനെ വിസരിച്ച് പോവുകയാണ്. നിങ്ങൾ കണ്ടോ, ഒരിടത്തും കേന്ദ്രീകരിക്കുന്നില്ല. അതെവിടെ നിന്നോ വരുന്നതായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഫോക്കൽ പോയിന്റ് ആണ്. അതാണ് കോൺകേവ് ലെൻസിന് എപ്പോഴും നമ്മൾ മിഥ്യാ ഫോക്കസ്, വിർച്വൽ ഫോക്കസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതിന്റെയൊക്കെ കൂടുതൽ കോൺസെപ്റ്റുകൾ നമുക്ക് ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. അപ്പൊ കോൺകേവ് ലെൻസ് പ്രകാശത്തെ വിസരിപ്പിക്കുന്നത് കൊണ്ട് ഇത് ഒരിക്കലും കേന്ദ്രീകരിക്കുന്ന ലെൻസ് അല്ല, ഡൈവേർജിങ് ലെൻസ് ആണ്. പ്രകാശത്തെ കോൺകേവ് ലെൻസ് എന്ത് ചെയ്യുന്നുണ്ട്? വിസരിപ്പിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഇനി അടുത്തത് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഒരു കോൺവെക്സ് ലെൻസ്, ശ്രദ്ധിച്ചോണേ, ഒരു കോൺവെക്സ് ലെൻസിന്റെ പ്രോപ്പർട്ടി എന്താണോ അത് അതുപോലെ കാണിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ദർപ്പണം. അതായത് വെക്സ് ലെൻസിന്റെ ഗുണങ്ങൾ കാണിക്കുന്നത് കേവ് ദർപ്പണം. നോക്കാം, കോൺകേവ് മിറർ കാണുന്നുണ്ടോ? ആ മിററിലേക്ക് വരുന്ന പ്രകാശരശ്മികൾ തട്ടി ഒരു ബിന്ദുവിൽ അതാ കേന്ദ്രീകരിക്കുന്നു. കണ്ടോ? അപ്പോ വെക്സ് ലെൻസ് കേന്ദ്രീകരിക്കുന്ന പോലെ കേവ് മിററും കേന്ദ്രീകരിക്കുന്നു. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം, കോൺകേവ് ലെൻസ് പ്രകാശത്തെ വിസരിപ്പിക്കുന്നു. അപ്പൊ കോൺകേവ് ലെൻസിന്റെ അതേ പ്രോപ്പർട്ടി കാണിക്കുന്ന ദർപ്പണം അതിന്റെ ഓപ്പോസിറ്റ് ഏതായിരിക്കും? അവിടെ വെക്സിന് കേവ് ആണെങ്കിൽ ഇവിടെ കേവിന് വെക്സ് മിറർ. കണ്ടോ? ഒരു കോൺവെക്സ് മിററിലേക്ക് വരുന്ന പ്രകാശരശ്മികൾ തട്ടി റിഫ്ലക്ട് ചെയ്ത് പോവാണ്, അതാ പ്രതിപദിച്ചു പോവാണ്. കണ്ടോ? ഇനി അതിനെ നമ്മൾ വരച്ച് ഒരു പോയിന്റ് ഉണ്ടാക്കുന്നു, അത് മിഥ്യാ ഫോക്കസ് ആണ്, റിയൽ അല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മനസ്സിലാക്കുക, ഒരു കോൺവെക്സ് ലെൻസും അതുപോലെ കോൺകേവ് മിററും ഇവർ രണ്ടുപേരും പ്രകാശം അതല്ലെങ്കിൽ ലൈറ്റ് പ്രകാശത്തെ കേന്ദ്രീകരിക്കുന്നു. ഇവർ രണ്ടുപേരും കൺവേർജിങ് ആണ്. ഇനി കണ്ടോ, ലെൻസ് വെക്സ് വരുമ്പോ മിറർ കേവ് ഓപ്പോസിറ്റ്. ഇതാണിത് പഠിക്കാനുള്ള ട്രിക്ക്. ഈ ട്രിക്കൊക്കെ നമുക്ക് ലെൻസും മിറേഴ്സും പഠിക്കുമ്പോൾ പഠിക്കാം. അടുത്തത് കോൺകേവ് ലെൻസും അതിന് തത്തുല്യമായിട്ട് വരുന്ന ഓപ്പോസിറ്റ്. ലെൻസ് കേവ് ആണ് എടുക്കുന്നതെങ്കിൽ മിറർ വെക്സ് എടുക്കുക. കോൺവെക്സ് മിററും ഇത് രണ്ടും എന്ത് ചെയ്യുന്നു? അതിലേക്ക് വരുന്ന പ്രകാശത്തെ വിസരിപ്പിക്കുന്നു. വിസരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പലയിടത്തേക്ക് സ്പ്രെഡ് ചെയ്യുക. ദാറ്റ് മീൻസ് ഡൈവേർജിങ്. കണ്ടോ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. പ്രകാശത്തെ വിസരിപ്പിക്കുന്നത് ആര്? ഒന്നുകിൽ കോൺകേവ് ലെൻസ് അല്ലെങ്കിൽ കോൺവെക്സ് മിറർ. അതാണല്ലോ കോമ്പിനേഷൻ വരിക, അല്ലേ? ഇതേ കോൺകേവ് ലെൻസ് ആവണം വിസരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കോൺവെക്സ് മിറർ ആകണം. ഈ എടുത്തിരിക്കുന്ന ഫോക്കൽ പോയിന്റ് ഇതെന്ന് പറയുന്നത് മിഥ്യാ ഫോക്കസ് ആണ്, നമ്മളായിട്ടത് ഉണ്ടാക്കിയെടുത്ത പോയിന്റാ. അതൊക്കെ എന്താന്നുള്ളത് അവിടെ നമുക്ക് പഠിക്കാം. കണ്ടോ? അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? എന്തായാലും കോൺവെക്സ് ലെൻസ് അല്ല, കോൺകേവ് മിറർ അല്ല, പിന്നെ കോൺവെക്സ് ദർപ്പണം. യെസ്, ചോദ്യത്തിന്റെ ഉത്തരം സി. കണ്ടോ? ഇതിൽ നിന്നും രസകരമായിട്ടും സിമ്പിളായിട്ടും നമുക്ക് അതിന്റെ പ്രതിബിംബങ്ങളുടെ രൂപീകരണം, ഇമേജ് ഫോർമേഷൻ പഠിക്കാം. എന്തായാലും അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക്കിനകത്ത് വളരെ കാര്യമായിട്ട് നോക്കാം. നമ്മൾ ഈ നോക്കി ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണ്, ഓക്കെ ആണെന്ന് കരുതുന്നു. കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയും നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് വരൂ. സമയത്തിന്റെ ഒരു പ്രശ്നം കാരണം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു മൈ ഡിയേഴ്സ്. ബൈ.